ഡൊമിനിക് എങ്ങനെയുണ്ട്? അടിപൊളി പടം നമ്മളെ, സൂപ്പർ പടം. മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് സീൻസ് ഒക്കെയോ? എല്ലാം അടിപൊളി കേട്ടോ. ഡൊമിനിക് എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു, നല്ല മൂവിയാ. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഭയങ്കര ട്വിസ്റ്റാ അതിനകത്ത് മൊത്തം. അവസാനം വരെ ട്വിസ്റ്റ് ഉണ്ട്. നല്ല എന്ത് പറയുന്നത്, കണ്ടോണ്ടിരിക്കുക അടിപൊളി മൂവി. അടിപൊളി മൂവി. ഓക്കെ, അപ്പൊ ഗോകുൽ സുരേഷിന്റെ അവരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. മമ്മൂട്ടിയുടെ ഒപ്പത്തിനൊപ്പം തന്നെ ഗോകുൽ സുരേഷും പെർഫോം ചെയ്തു. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ പുതിയതായിട്ട് റിലീസായിട്ടുള്ള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന സിനിമയാണ് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് മമ്മൂട്ടി ഒരു ഡിറ്റക്റ്റീവ് ആണ് ഗൈസ്. അതിനപ്പോൾ മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് വേഷമൊക്കെ എങ്ങനെ ഉണ്ടെന്നും പിന്നെ സിനിമ എങ്ങനെ ഉണ്ടെന്നും പിന്നെ അത് ഒരു ക്രൈം ത്രില്ലറാണോയെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ നോക്കാം മമ്മൂട്ടി എന്തൊക്കെയോ അന്വേഷിക്കുന്ന പോലത്തെ രീതിയിൽ ഡെസ്ക് ഒക്കെ ഇങ്ങനെ ആക്കിയിട്ട്, അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതൊരു അടിപൊളി പടമാണെന്നാണ് തോന്നുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. മമ്മൂട്ടി ഇൻ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ ആണ് ഈ സിനിമയുടെ പേര്. ഇതിനകത്ത് മമ്മൂട്ടിയുടെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ മോൻ ഗോകുൽ സുരേഷ് ഉണ്ട്. അതൊക്കെയാണ് എനിക്ക് പോസ്റ്ററിൽ നിന്ന് മനസ്സിലായത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ വിടും. അപ്പോൾ നമ്മൾ അതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഗീസ്. ഇതിനകത്ത് കൂടുതലും ഫാമിലീസാണ്, കാരണം ഫാമിലീസ് കയറി പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലും വണ്ടികൾ ഫുള്ളായിട്ടിരിക്കുകയാണ് ഗീസ്. പാർക്ക് ചെയ്യാൻ സ്ഥലം ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും തിരക്കാണ് തിയേറ്ററിൽ. അപ്പോൾ നമുക്കിനി ഡൊമിനിക് സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതെന്താ കേസ്, മാലയാണോ? പക്ഷെ മാലയല്ല, ഇത് ഡൊമിനിക് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ ടിക്കറ്റിൻ്റെ മാലയാണ് കേസ്. കണ്ടോ, ഇത്രയും പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ കുറേ ഫാമിലീസ് ഉണ്ടെന്ന്. ഇവിടെ നോക്കിയപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു മാല പോലത്തെ ടിക്കറ്റ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ എത്ര പേരുണ്ടായിരിക്കുമെന്ന്. ചേട്ടാ, ഡൊമിനിക് എങ്ങനെയുണ്ട്? നല്ല പടം, കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് സ്റ്റൈൽ എങ്ങനെയുണ്ട്? നല്ല പടം. അങ്ങനല്ലേ, ഡൊമിനിക് എങ്ങനെയുണ്ട്? കൊള്ളാം. മമ്മൂട്ടിയുടെ ആക്ഷനൊക്കെ ചേട്ടാ, ഡൊമിനിക് എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് നല്ല പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട്? ആൻറ്റി, പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? സൂപ്പർ. കൊള്ളാം. പടം എങ്ങനെയുണ്ട് ഡൊമിനിക്? പറഞ്ഞോ. കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട് ഡൊമിനിക്? ഡൊമിനിക് എങ്ങനെയുണ്ട്? അടിപൊളി പടം നമ്മളെ, സൂപ്പർ പടം. മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് സീൻസ് ഒക്കെയോ? എല്ലാം അടിപൊളി കേട്ടോ. ചേച്ചി, പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് കൊള്ളായിരുന്നു. ചേച്ചി, ഡൊമിനിക് എങ്ങനെയുണ്ട്? കിടിലം. എങ്ങനെയുണ്ട്? ചേട്ടാ, ഡൊമിനിക് എങ്ങനെയുണ്ട്? നല്ല മൂവിയായിരുന്നു. മമ്മൂട്ടിയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഡൊമിനിക് എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു, നല്ല മൂവിയാ. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഭയങ്കര ട്വിസ്റ്റാ അതിനകത്ത് മൊത്തം. അവസാനം വരെ ട്വിസ്റ്റ് ഉണ്ട്. നല്ല എന്ത് പറയുന്നത്, കണ്ടോണ്ടിരിക്കുക അടിപൊളി മൂവി. അടിപൊളി മൂവി. ഓക്കെ, അപ്പൊ ഗോകുൽ സുരേഷിന്റെ അവരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. മമ്മൂട്ടിയുടെ ഒപ്പത്തിനൊപ്പം തന്നെ ഗോകുൽ സുരേഷും പെർഫോം ചെയ്തു. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ അല്ലേ പേര്? അപ്പൊ ലേഡീസ് പേഴ്സൺ ആയിട്ട് അല്ല, അതെല്ലാം കണ്ടാലേ മനസ്സിലാവുക. എന്ന് വെച്ചാ എന്താ പറയുന്നേ, അത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സിനിമ. അത്രയ്ക്ക് മമ്മൂട്ടി ഇനി ഡിറ്റക്റ്റീവ് ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനൊന്നുമില്ല. പക്ഷേ എന്താ പറയുന്നത്, മമ്മൂട്ടിയുടെ നല്ല പെർഫോമൻസ് ആയത് വെറൈറ്റി ആ പുള്ളി ഇപ്പം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മൂവിയാണ് മമ്മൂട്ടിയുടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സിനിമയും പുള്ളി വെറൈറ്റി ആയിട്ടല്ലേ ചെയ്യുന്നത്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ചെയ്തൊരു മൂവിയാണ്. പടം എങ്ങനെയുണ്ട്? സൂപ്പറാണെന്ന് പറയാം. മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് വേഷം കൊള്ളാം. പടം എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. മമ്മൂട്ടിയുടെ ആക്ഷൻ സീൻസ്? കൊള്ളാം, അടിപൊളിയാണ്. ഗോകുൽ സുരേഷ്? എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്.
എടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കൊള്ളാം. ഡൊമിനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം ഒരു ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ. മമ്മൂട്ടിയുടെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള അഭിനയൊക്കെ എങ്ങനെയുണ്ട്? പുള്ളിക്കാരൻ നല്ല രീതിയിൽ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ല രീതിയിൽ ഹ്യൂമർ നല്ല രീതിയിൽ നല്ലതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇല്ല, ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്. പുള്ളിക്ക് ഫൈറ്റ്സ് ആയിട്ട് 2 സീൻസേ ഉള്ളൂ, പക്ഷെ അത് മോശമില്ലാത്ത രീതിയിൽ പുള്ളി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോങ് ഒക്കെ മ്യൂസിക് ദർബുക ശിവ നല്ല രീതിക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ഗൗതം വാസുദേവനും ആദ്യത്തെ മലയാള പടമാണ്. എന്നാൽ പോലും പുള്ളി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മമ്മൂട്ടി ഇനിയും ഡിറ്റക്റ്റീവ് ആയിട്ട് അഭിനയിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ പുള്ളി നല്ല രീതിക്ക് ഈ സിനിമ നല്ല രീതിയിൽ ആ കഥാപാത്രം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിലോട്ടാകുമ്പോൾ കുറച്ച് സീരിയസ് ആകുമ്പോൾ തന്നെ പുള്ളി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ചെയ്തിട്ടുണ്ട് പടം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫാണോ സെക്കൻഡ് ഹാഫാണോ? എനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫാണ് എനിക്ക് താല്പര്യമില്ലാതെ തോന്നി. ഫസ്റ്റ് ഹാഫ് നല്ലൊരു തുടക്കം തന്നെ നല്ല ഫൺ രീതി തുടങ്ങി ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിലൊക്കെ ആകുമ്പോഴാണ് പടം നല്ല രീതിയിൽ ഡൗൺ ആയി പോകുന്നത്. ആവറേജ് പടമായിട്ട് മാത്രമേ തോന്നിയുള്ളൂ.